ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് 34-ാം ദിനം. ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, ഗുരു, അന്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ചോദ്യത്തിന് മറുപടിയായി ഗുരു മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത്. അന്യരോടോ? ആരാണ് നമുക്ക് അന്യരായിട്ടുള്ളത്? ഇന്ന് നമ്മുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് തോന്നുക, ആരാണ് നമുക്ക് അന്യരല്ലാതായിട്ടുള്ളത് എന്നാകും. മനുഷ്യർ മറ്റുള്ളവരെ മാറ്റി നിർത്താൻ വേണ്ടി എന്തൊക്കെ കാരണങ്ങളാണല്ലേ കണ്ടെത്തുന്നത്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ മനുഷ്യനെ മാറ്റി നിർത്തുന്നതും അന്യനായി കാണുന്നതും ഒരിക്കലും നല്ല അനുഭവങ്ങളായിരിക്കില്ല. മറിച്ച് മനുഷ്യനെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കുവാനും സ്വന്തമായി കാണാനുമുള്ള ഒരു നല്ല മനോഭാവം സ്വന്തമാക്കാനാണ് ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കുഞ്ഞു കവിതയുണ്ടല്ലോ, എത്രമേൽ അടുക്കാമിനിയും അകലാനാകാത്ത വിധം, എത്രമേൽ അകലാമിനിയും അടുക്കാനാകാത്ത വിധം. മനുഷ്യബന്ധങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സുന്ദരമായ അനുഭവത്തെക്കുറിച്ചും ഒട്ടും സുന്ദരമല്ലാത്ത അനുഭവത്തെക്കുറിച്ചും കുഞ്ഞുണ്ണി മാഷ് രണ്ടുപേരെ കവിതകളിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ഒരിക്കലും അടുക്കാനാകാത്ത വിധം അകന്നു പോകാനല്ല, ഒരിക്കലും അകലാനാകാത്ത വിധം അടുത്തിരിക്കാൻ, സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഈ നോമ്പിൻ്റെ നാളുകളിൽ പരിശ്രമിക്കാം. അതുവഴി നമ്മുടെ ബന്ധങ്ങൾ കുറേ കൂടി മേന്മയുള്ളതായി തീരട്ടെ. സ്തുതിയായിരിക്കട്ടെ.